ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ജോയ് ഐനിയാടൻ, എളംകുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയിലെ വികാരിച്ചനാണ്. നമുക്ക് സുവിശേഷം ശ്രമിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നും 2-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ. ദൈവത്തിൻ്റെ ദൂതൻ അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. മിശിഹ ഇന്ന് ജനിച്ചിരിക്കുന്നു. എവിടെയാ? നമ്മുടെ ഹൃദയങ്ങളിൽ. നമ്മുടെ ഹൃദയങ്ങളിൽ എന്നും വാഴുന്ന രാജാവാണ് രക്ഷകനായ മിശിഹ. ഈ സത്യം നമ്മെ ബോധ്യപ്പെടുത്തുന്ന വലിയ പെരുന്നാളാണ് ക്രിസ്മസ്. ക്രിസ്മസിനായി ഇടയന്മാരോടൊപ്പം നമ്മളും പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. ഉണർന്നിരിക്കുന്നവർക്കാണ് ദൈവദർശനം. നമുക്ക് ഉണർന്നിരിക്കാം, ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരവേൽക്കാം. ക്രിസ്തു എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ഇടവകകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ രാജാവായി വാഴട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്രിസ്മസ് ഒരു ആത്മീയ ഉത്സവമാണ്. മറക്കരുത്, ഡിസംബർ 22 തിങ്കളാഴ്ച സായാഹ്നം നമുക്ക് ഒരുമിച്ച് കൂടാനുള്ള സുന്ദരമായ ഒരു അവസരമാണ്. നമുക്ക് ഫാത്തിമ മാത പള്ളിയിൽ വൈകുന്നേരം ഒരുമിച്ച് കൂടി അവിടെ നിന്നും ഘോഷയാത്രയായി എളംകുളം ലിറ്റിൽ ഫ്ലവർ പള്ളിയുടെ അങ്കണത്തിൽ വരുന്നു. ഇവിടെ നമുക്ക് ആഘോഷമായ കീർത്തനങ്ങൾ ദൈവത്തിന് ആലപിക്കാം. അത് കഴിഞ്ഞ് പൊതുസമ്മേളനം, സ്നേഹവിരുന്ന്, എല്ലാ കാര്യങ്ങളിലും നമുക്ക് സജീവമായി പങ്കുചേരാം. നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആഗതമാകുന്ന ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം പ്രാർത്ഥനയോടെ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.